പിരിവാണെന്ന് തോന്നണ ചേച്ചി. കഴുകാനെ പിടിച്ച കിടുവോ. ഇവിടുത്തെ ആസ്ഥാന പിരിവാറിനെ ക്ലീറ്റോന്നൊന്നും അറിയില്ലായിരിക്കും. ഈ വരുന്ന സുശീലൻ എന്ന ആൾ ജന്മന ബധിരനും മൂകനുമാണ്. വിവാഹം കഴിഞ്ഞ് 2 പെൺമക്കളുള്ള ഇയാൾ 6 വർഷമായി വൃക്ക തകരാറിലായി ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിത്യചെലവിന് പോലും ബുദ്ധിമുട്ടുന്ന സുശീലിന് തുടർ ചികിത്സയ്ക്കുള്ള ചെലവിന് പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ആരോഗ്യപരമായുള്ള പ്രശ്നങ്ങൾ, ജോലി എടുക്കാൻ കഴിയാത്ത സുശീലിനെ നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ കൊടുത്ത് സഹായിക്കുക എന്ന് പൊന്നുമണി ചാരിറ്റബിൾ ട്രസ്റ്റ്, ആറ്റിങ്ങൽ. സത്യമാണോ? സത്യമായിരിക്കും. അങ്ങനെ എടുക്കുന്നത് അയ്യോടാ, പാവം, എന്തൊരു കഷ്ടമാണ്. പിന്നെ 2 പെൺമക്കളും ഉണ്ടെന്ന്. അതെ, പിള്ളേരൊക്കെ എന്തോരമായി. അതിന് എന്തുവാണ് ചേച്ചി, സംസാരിക്കത്തില്ലല്ലോ, ചെവിയും കേൾക്കൂല. പിന്നെ നമ്മൾ പറയണ എങ്ങനെയൊക്കെയാണ്. ഭക്ഷണം തരാം. കേൾക്കൂല ചേച്ചി എന്ത് പറഞ്ഞാലും. വേണ്ടേ? പൈസയാ ചോദിച്ചുകൊണ്ടിരിക്കണം. മരുന്നൊക്കെ മേടിക്കാൻ പൈസ വേണമായിരിക്കും. പൈസ വല്ല ഇരിപ്പുണ്ടോ? പൈസ ഏട്ടനോടല്ലേ ചോദിക്കാം. ഉറങ്ങുവാണത്. ചോദിച്ചിട്ട് വേണം. ഇങ്ങനെ ഇറങ്ങി നടന്ന കുഴപ്പമൊന്നുമില്ല ചേച്ചി. എടേ, നീ ആ റൂബി ഹോട്ടലിന്റെ മുതലാളി ഇപ്പൊ ഒരു 5 മിനിറ്റ് വരും. എടാ, അയാളെ കണ്ട് നീ ആ പൈസ മാറ്റിട്ട് പോകണോണ്ടാ. ഒന്ന് പറഞ്ഞോ, നീ ഒന്നും അനുസരിക്കരുത്. ഇങ്ങ് വന്നേ. ഞാനൊന്നൊരു ചായയും കടിയും കഴിച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് അയാൾ വരും. പറയണമല്ലോ, ചെയ്താ മതി നീ. ആ വെച്ചരാ. കർത്താവിനാണോ ഇത്? എന്തൊരു ചെറുക്കനാണോ? കുഞ്ഞു പോയി കളിച്ചോടാ. സുശീലൻ. സുശീലൻ സഹായത്തിന് ക്ലീറ്റോ. അതിന് ചെവിയും കേട്ടൂടെ വർത്താനം പറയാൻ പറ്റില്ലതേ. 2 വൃക്കയും പോയി ക്ലീറ്റോ. 2 ചെറിയ പിള്ളേരുണ്ട്. അയ്യോ, നീ ഐസ് കട്ടയിലാണ് പെയിന്റടിക്കാൻ വന്നേക്കണത്. നിന്റെ അപ്പുറത്തെ ഉടായ്പ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അതിനൊന്നും കേട്ടൂടാ. ആര് ഇവനാ? പിന്നെ പിന്നെ ഈ മരത്തെ പരിപാടി, കിഡ്നി പോയി, ലിവർ മാറ്റി വെക്കണം, മറ്റേത് ചെയ്യണം, മറിച്ച് ചെയ്യണം, മക്കളെ കെട്ടിക്കണം. ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. പുതിയ വല്ല നമ്പറുമായിട്ട് നീ ഇറങ്ങി. 50 രൂപ വേണ്ട കയ്യില്. 50 രൂപ. ഒരു പൈസ എന്റെ ഇല്ല. നിന്റെ ക്ലീറ്റ ലക്ഷങ്ങളൊന്നും കൊടുക്കണ്ടല്ലോ. നിങ്ങളെ ഒരു കാര്യം പറയും, സുശീല മോനെ, ഒരു ക്ലീറ്റ് ഇതൊന്ന് നോക്കിയേ. അങ്ങനെ ഇതിനകത്ത് മറ്റേ ഇതൊക്കെ പിന്നെ വലിയ കാര്യമല്ലേ ഇതൊക്കെ ഒപ്പിക്കാൻ. അവനെ മോൻ കണ്ട അറിയാം. നിനക്കൊന്നും ഇല്ലേ? വേണ്ട നിനക്കൊന്നും. ഫോൺ നമ്പർ കൊടുത്തല്ല. അങ്ങോട്ട് വിളിച്ചങ്ങ് നോക്ക്. എനിക്കറിയാം, നിങ്ങളെപ്പോൾ അർഹതപ്പെട്ടവർ കൊടുത്താൽ കുഴപ്പമില്ല തങ്കം. ഇത് നമ്മളെ പറ്റിക്കാൻ പാടില്ല. ഇത് അർഹതപ്പെട്ടോ ഇല്ലാന്ന് ക്ലീറ്റോക്ക് എങ്ങനെ അറിയാം? ഈ നമ്പർ നിലവിലില്ലാന്ന് പരിശോധിക്കും. അടുത്ത നമ്പർ വിളിക്കും. നോക്കട്ടെ. നിന്റെ ഇത് നോക്കും. നീ കളിക്കത് എവിടെയാ വന്നേക്കണത്? നീ ആളെന്തരം കണ്ട് കളി. നീ എവിടെ? ആറ്റിങ്ങലാണ് വന്നേക്കണത്. എവിടെ ഉള്ളത്? മൈ സ്വിച്ച് ഓഫ്. ഇവര് നില്ലടാ. ഞാനേ SI സാറിനെ വിളിക്കാം. വേറെ നമ്പർ ഉണ്ടോ? നിന്റെ ഈ നമ്പർ നിന്റെ ഞാൻ ഇവൻ കള്ളൻ. അവനെ കണ്ടറിയാം. ഇവനെ കൂടായി SI സ്റ്റേഷനിൽ സാറിനെ വിളിച്ച ഇപ്പൊ അറിയാം. അവന്റെ പൊന്നും മണിയും ചാരിറ്റബിൾ ട്രസ്റ്റ് ഇപ്പൊ എന്താണെന്ന് നമുക്ക് ഇപ്പൊ കണ്ടുപിടിക്കാം. സാറേ നമസ്കാരം. സാറേ ഞാൻ ക്ലീറ്റസ് മൊത്തമായി DDT-യിലാ. ഒന്നുമില്ല സാറേ, ഒരു പൊന്നുമണി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ആറ്റിക്കൽ എന്ന് പറഞ്ഞ ഉടായിപ്പോയിട്ട് ഒരുത്തോടെ വന്നേക്കാണ് സാറേ. അപ്പൊ അവൻ സുശീല പോയ ചേച്ചി. അയാള് ഓടി. ആര്? സുശീലൻ. എന്തേ? ക്ലീറ്റോ പോലീസിനെ വിളിച്ച്. അപ്പൊ അവൻ ആ സാധനമൊക്കെ പേടിച്ചിട്ട് ഓടി. അപ്പൊ ഉടായിപ്പായിരുന്ന ആണെന്ന് തോന്നുന്നു. ദൈവമേ, ക്ലീറ്റോ ചേട്ടൻ നമ്മളെ കൊടുക്കടി. നീയൊക്കെ ഇവിടെ ഇരിക്കണ എല്ലായിടത്തും കൊടുക്ക്. പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവൂല. കൊടുക്കാന്നത് ഓടി. അവൻ അങ്ങോട്ടിറങ്ങി ഓടി. ഒരു ആട്ടോയിൽ കയറി വലത്തോട്ട് ഇടത്തോട്ട് എങ്ങോട്ട് പോയെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. കയറണുണ്ട്. ബുദ്ധിയൊന്നുമല്ല. ഒരു കള്ളന് വേറൊരു കള്ളനെ കണ്ടാൽ മനസ്സിലാവും. അത്രേ ഉള്ളൂ. വെള്ളം തന്നാണ്ടല്ലേ.